my dear students, welcome to Teacher at Home. Today class we are going to study the 8th chapter, that is a Banyan Tree. Have you seen a mongoose? കീരിനെ കണ്ടിട്ടുണ്ടോ? A mongoose can fight and kill a snake. Mongoose-നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാമ്പിനെ കൊല്ലാൻ പറ്റും. Look at the picture and read the lines given along with them. Lines ഒന്ന് വായിക്കുക. Banyan Tree. Fight of the Cobra and the Mongoose is a classic drama often seen in India. അപ്പോൾ ഏതിൻ്റെയൊക്കെ ഫൈറ്റാണ്? കോബ്രയുടെയും മംഗൂസിൻ്റെയും ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിത്യേന നിത്യേന അല്ല കാണുന്ന ഒരു സംഭവമാണ്. And the outcome is largely the same. The mongoose is not immune to the venomous bite, but is faster and quicker in motion than the snake. Venomous bite-ന് എന്താണ്? Not immune. പെട്ടെന്ന് പ്രതിരോധിക്കില്ല അതിനോട്. But is faster and quicker. അതിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്, ഫാസ്റ്റർ ആണ്, വേഗത്തിലാണ്. The cobra assumes a posture of defense, attempts to reach the animal by sweeping strike, but the quick moving mongoose jumps on to reach and comes at the snake from another. അപ്പോൾ അവരുടെ വഴക്ക് നടക്കുമ്പോൾ ഈ മംഗൂസിൻ്റെ ചലനം വേഗത്തിലാണ്, ഡയറക്ഷൻ അല്ലേ, അതിൻ്റെ ഡയറക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ മംഗൂസിന് മനസ്സിലാവും. ബിഫോർ ദ സ്നേക്ക് ക്യാൻ ഗെറ്റ് ഇൻ ടു സ്ട്രൈക്കിംഗ് പൊസിഷൻ, സ്നേക്ക് പിന്നെ അതിലേക്ക് കുത്താൻ വരുമ്പോഴേക്കും അത് അതിൻ്റെ പൊസിഷൻ മാറ്റും. The constant movement tries and discourages the snake. A mongoose is finally able to leap too close and bury its teeth in the snake's neck. അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ മൂവ്മെന്റ് കാരണം പെട്ടെന്ന് തന്നെ സ്നേക്കിന് ക്ഷീണം തട്ടിയിട്ട് എന്താവും, അത് നിലത്ത് വീഴാൻ നിൽക്കും. അപ്പോഴേക്കും മംഗൂസ് അതിൻ്റെ കഴുത്തിൽ പിടിക്കും. bury its teeth in the snake, usually severing the joints of its vertebrae. അതിൻ്റെ നട്ടലിന് തന്നെ അത് ക്ഷതം സംഭവിക്കും. You must have seen a banyan tree. There is a story about what the author saw when a young boy, when he was sitting in an old banyan tree in his grandfather's house. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഓദർ പണ്ട് അല്ലേ ചെറുപ്പമായിരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഓൾഡ് ബനിയൻ ട്രീനെ കുറിച്ചാണ്. Part 1. Though the house and the grounds belonged to my grandparents, the magnificent old banyan tree was mine, chiefly because grandfather at 65 could no longer climb it. വീടും സ്ഥലമൊക്കെ ഗ്രാൻഡ് ആണെങ്കിലും മുത്തശ്ശൻ്റെ ആണെങ്കിലും ആ ബനിയൻ ട്രീ എൻ്റെയാണ്. കാരണം എന്താ? മുത്തശ്ശന് 65 വയസ്സായി, ഇനി അദ്ദേഹത്തിന് അതിൽ കയറാൻ പറ്റില്ല. Its spreading branches which hung to the ground and took root again. അതായത് അതിൻ്റെ പടർന്ന് ചില്ലകള് അതെന്താണ്, താഴേക്ക് പോവുക, നിലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വേര് പൊട്ടിമുളച്ച് വരികയാണ്. ഫോമിങ് എ നമ്പർ ഓഫ് ട്വിസ്റ്റിംഗ് പാസേജസ് ഗിവ് മീ എൻഡ്ലെസ് പ്ലഷർ. അപ്പോൾ വേരിൽ നിന്ന് പിന്നെയും മുളച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. എമംഗ് ദ വേർ സ്ക്വിറൽസ് ആൻഡ് സ്നെയിൽസ് ആൻഡ് ബട്ടർഫ്ലൈസ്. അപ്പോൾ അതിൽ ഏതൊക്കെയുണ്ട്? സ്ക്വിറൽ ഉണ്ട്, അണ്ണാനുണ്ട്, ഒച്ചുണ്ട്, ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. ദ ട്രീ വാസ് ഓൾഡർ ദൻ ദ ഹൗസ്, ഓൾഡർ ദൻ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ആ മരം എന്ന് പറയുന്നത് വീടിനെക്കാട്ടി പഴക്കം ചെന്നതാണ്, മുത്തശ്ശനെക്കാട്ടിയും വയസ്സുണ്ട്. ആസ് ഓൾഡ് ആസ് ഡെഹ്റഡൺ ഇറ്റ്സെൽഫ്. ഡെഹ്റഡൺ ഉണ്ടായതിനെക്കാട്ടി മുമ്പ് ഉണ്ടായതാണ് ആ മരം. ഐ കുഡ് ഹൈഡ് മൈസെൽഫ് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. അതിൻ്റെ കൊമ്പുകളിലൊക്കെ എനിക്ക് ഒളിക്കാൻ പറ്റും. ബിഹൈൻഡ് ദി ഗ്രീൻ ലീവ്സ്, നല്ല കട്ടിയുള്ള ഇലകൾ, ആൻഡ് സ്പൈ ഓൺ ദി വേൾഡ് ബിലോ. മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അപ്പം എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു അണ്ണാനാണ്. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ദ എയർ. അതിൻ്റെ പുറമെ തലോടി സ്നിഫിങ് ഇൻ ടു ദ എയർ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ invention of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendly. അതായത് ഞാൻ അതിനെ എടുത്ത് പൊക്കുമായിരുന്നു അല്ലേ, അപ്പോൾ അതിനെ ഉപദ്രവിക്കാനില്ല എന്ന് കണ്ടപ്പോൾ അതെൻ്റെ കൂടെ കൂട്ടുകൂടി. And when I started bringing him pieces of cake and biscuit, he grew bold and was soon taking morsels from hand. അപ്പോൾ ഞാൻ അതിന് കേക്കും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ അത് എന്നോട് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. Before long he was delving into my pockets, helping himself to whatever he could find. അപ്പോൾ ഞാൻ എന്താ പോക്കറ്റിലേക്ക് കയറിയിരിക്കലും പിന്നെന്താണ് എന്ത് വേണമെങ്കിലും അത് എന്നോട് ചെയ്യാനെന്ന് ഫ്രണ്ട്ഷിപ്പിലായി. He was a very young squirrel
And his friends and relatives, ചെറിയൊരു സ്ക്വിറലായിരുന്നു അത്, probably thought him foolish and headstrong for trusting in human. അപ്പൊ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാ ഇവൻ മനുഷ്യന്മാരെയൊക്കെ വിശ്വസിച്ച് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന്. In the spring, when the banyan tree was full of small red figs, സ്പ്രിംഗ് സീസണിൽ ചെറിയ എന്താണ് ഫിക്സ്, during the fig season, the time when figs appeared, propping myself up, leaning and against. Banyan tree, birds of all kinds would flock into branches. പലതരത്തിലുള്ള പക്ഷികൾ ആ കൊമ്പിൽ വന്നിരിക്കാറുണ്ട്. ദ റെഡ് ബോട്ടം ബുൾബിൾ, അതിൽ പെട്ടതാണ് ബുൾബിള്. ചിയർഫുൾ ആൻഡ് ഗ്രീഡി പാരറ്റ്സ്, തത്തകൾ, മൈന ആൻഡ് ക്രോസ്, സ്ക്വാബ്ലിംഗ് വിത്ത് വൺ അനദർ, പരസ്പരം വന്നിരുന്ന് അവിടെ ചാറ്റ് ചെയ്യാറുണ്ട്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഇൻ ദ അത് പൂവെക്കണ സമയത്താണ് എന്താണ് ആ ഗാർഡനിൽ തന്നെ ഒച്ച കൂടിയ ഒരു സ്ഥലമായി മാറുക. കാരണം എല്ലാ തരത്തിലുള്ള ബേർഡ്സും അവിടെ വന്ന് ചേക്കേറും. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽഡ് എ ക്രൂഡ് പ്ലാറ്റ്ഫോം വെർ ഐ കുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. അപ്പം കുറച്ച് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഞാനൊരു അവിടെ ഒരു പരന്നതായിട്ടുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ ചെന്ന് ഇരിക്കാറുണ്ട്. I could read there, propping myself up against the tree with a cushion from the living room. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. ഒരു കുഷ്യനൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം വലിയ മരമാണത്. ട്രഷർ ഐലാൻഡ്, ഹക്കിൾബറി ഫിൻ ആൻഡ് ദ സ്റ്റോറി ഓഫ് ഡോക്ടർ ലോലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോറീസ് ഞാൻ വായിച്ചത്. ട്രഷർ ഐലാൻഡ്, ഹക്കിൾബറി ഫിൻ, സ്റ്റോറി ഓഫ് ഡോക്ടർ ഡോലിറ്റി were some of the books that made my banyan tree library. അപ്പോൾ ഈ ബുക്സ് ഒക്കെ ഞാൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നിട്ടാണ് വായിച്ചത്. അപ്പോൾ ഇപ്പോൾ അതൊരു ലൈബ്രറി ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. When I did not feel like reading, I could look down through the leaves at the world below. അപ്പോൾ വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത് ഞാൻ ആ ഇലയിൽ കൂടെ നോക്കാറുണ്ട്. And on one particular afternoon, I had a grandstand view of that classic of the Indian wilds, a fight between a mongoose and a giraffe. അപ്പോൾ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്ത് കണ്ടത്, എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ആ കീരിയും പാമ്പും തമ്മിലുള്ള അടി ഞാൻ കണ്ടത്, ഫൈറ്റ് കണ്ടത്. Part 2. The warm breezes of approaching summer had sent everyone, including the gardener, into the house. അപ്പോൾ തണുത്ത കാറ്റടിക്കുന്ന സമയത്ത് അല്ലേ, send everyone, including the gardener, എന്താണ് വീട്ടിലേക്ക് പോയി. I was feeling drowsy myself, wondering if I should go to the pond and have a swim with Ramu and the buffaloes. അതായത് ആകെ വേർത്തൊലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കുളത്തിൽ പോയിട്ടൊന്ന് രാമുടെയും ഇയാളുടെ ഒക്കെ കൂടെ ഒന്ന് കുളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. When I saw a huge black cobra gliding out of the clump of cactus, അപ്പോഴാണ് ഞാൻ കണ്ടത് കാക്ടസിന്റെ ഇടയിൽ കൂടെ ഒരു വലിയൊരു കോബ്ര പോകുന്നു. At that same time a mongoose emerged from the bushes. ആ സമയത്ത് തന്നെ ഒരു കീരിയും ആ ചെടികളുടെ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. And went straight for the cobra. കോബ്രയുടെ അടുത്തേക്ക് തന്നെ അത് ചെല്ലുന്നുണ്ടായിരുന്നു. In a clearing beneath the banyan tree in bright sunshine, clearing beneath the banyan tree bright sunshine, they came face to face. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയപ്പോൾ എന്താണ്, രണ്ടുപേരും അടുത്തേക്ക് വന്നു തുടങ്ങി. The cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. Only too well that the അതായത് കോബ്രയ്ക്ക് അറിയാം എന്താണ് ആ മംഗൂസ് നല്ല ഫൈറ്റ് ചെയ്യണ ആളാണ്, പിന്നെ ബുദ്ധിയും അല്ലെ കൂമ്രം ഷാർപ്പായിട്ടുള്ള ബുദ്ധിയുള്ളൊരു ജീവിയാണ്. But the cobra too was a skillful and experienced fighter. കോബ്രയും ആള് മോശമല്ല, എന്താണ് നല്ല സ്കില്ലായിട്ടുള്ള ഒരു ഫൈറ്ററാണ്. He could move swiftly and strike with the speed of light. ലൈറ്റിന്റെ സ്പീഡ് വിത്തിൻ സെക്കൻഡ്സ് ആണ്. ആ സ്പീഡിൽ തന്നെ കോബ്രയ്ക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റും. And the sacs behind his long sharp fangs were full of deadly poison. ദേഹത്ത് മൊത്തം എന്താണ് പോയ്സൺ നിറഞ്ഞിരിക്കുകയാണ്. It was to be battle of champions. പൊരുതിയിട്ട് വേണം ജയിക്കാൻ. Hissing defiance, his forked tongue darting in and out, cobra raised 3 of his 6 feet off the ground. അപ്പോൾ ഹിസിങ് അതായത് കോബ്ര എന്താണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ വായിൽ നിന്നും ആ ടങ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നെന്താണ് മുകളിലേക്ക് മീൻസ് ഹൈ അപ്പായിട്ടാണ് അത് അറ്റാക്ക് ചെയ്യണത്.
spectacled hood. The mongoose bushed his tail. Mongoose വാലിട്ടടിച്ചു. The long hair of his spine stood up. കീരിയുടെ മുള്ളുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. Though the combatants were unaware of my presence in the tree, they were soon made aware of the arrival of two spectators. One was a myna and the other was a jungle crow. Were unaware. അപ്പൊ ഞാൻ ആ മരത്തിലുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പോഴാണ് രണ്ടുപേരും കൂടെ വന്നത്, മൈനയും ക്രോവും. They had seen the preparation of battle. അപ്പൊ അവർ ഈ അടി കാണുന്നുണ്ടായിരുന്നു. And had settled on the cactus to watch the outcome. എന്നിട്ട് അവർ ആ കാക്ടസിന്റെ അടുത്തിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാക്ടസിന്റെ അടുത്തിരിക്കുക. They had been content only to watch. All would have been well with both of them. അപ്പൊ രണ്ടുപേരും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. അതായത് കോബ്ര എണീറ്റ് നിൽക്കുകയാണ് അല്ലെ. നിൽക്കുക മീൻസ് ഒന്ന് പൊന്തി നിൽക്കുക. സൈഡ് ടു സൈഡ് ആയിട്ട് ആടിയിട്ട് എന്താണ് മംഗൂസിനെ അറ്റാക്ക് ചെയ്യാൻ തീവ്രമായിട്ട് നോക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫാൾസ് മൂവ്, തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ദ ഒപ്പോണൻസ് ഗ്ലേസി. മംഗൂസിന് ഇക്കാര്യം നേരത്തെ അറിയാം, കാരണം നല്ലൊരു ഡിഫൻഡർ ആണ്. അൺവിക്കിംഗ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. അത് കണ്ണിലേക്ക് നോക്കാൻ തന്നെ ശ്രമിച്ചില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened that eye. അതിന്റെ പകരം കോബ്രയുടെ അടിയിൽ പോയിട്ട് ഒന്ന് പേൻ തലയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ മാറി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ കോബ്രോച്ച് റേസ്. അതായത് പെട്ടെന്ന് തന്നെ കോബ്ര എത്തുമ്പോൾ അവിടെ നിന്നും മാറിപ്പോവുക. മംഗൂസ് മെയ്ഡ് എ പ്രിറ്റൻഡഡ് മൂവ് ടു വൺ സൈഡ്. വേറൊരു സൈഡിലേക്ക് അതെന്ത് ചെയ്തു? അവിടെ നീങ്ങിപ്പോയി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്റ്റക്ക്. കോബ്ര പെട്ടെന്ന് തന്നെ അനങ്ങാതെ നിന്നു. His great hood had come down so swiftly. Great hood എന്ത് ചെയ്തു? മെല്ലെ തന്നെ താഴേക്ക് പോന്നു. That I thought nothing could save the mongoose. അപ്പൊ ഞാൻ ചിന്തിച്ചത് nothing could save the mongoose പറഞ്ഞാൽ മംഗൂസിനെ കീരിനെ രക്ഷിക്കാൻ പറ്റില്ല. But the little fellow jumped neatly to one side and darted in as swiftly as the cobra. Neatly ഒരു സൈഡിലേക്ക് മാറിയിട്ട് എന്താണ് darted into swiftly as a cobra biting the snake on the back. Cobra എന്ത് ചെയ്തു? സ്നേക്കിനെ and darting away again out to reach. At the same moment that the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in midair. Striking results at each other, they returned to the cactus plant. A few drops of blood glistened on the cobra's back. അതായത് ആ സമയത്ത് എന്താണ്? സെയിം അത് കോബ്ര സ്ട്രക്ക് ക്രോ മൈനയും ഹഗിൾ ദംസെൽസ് അറ്റ് ഹിം ഓൺലി ടു കൊളൈഡ് ഹെവിലി. പെട്ടെന്ന് തന്നെ അവര് തമ്മിൽ ഇടിച്ചു അല്ലേ. സ്ട്രൈക്കിംഗ് റിസൾട്ട്സ് എന്താ പിന്നെ സംഭവിച്ചത്? റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ കോബ്രയുടെ നെക്കിലെ ബാക്കിൽ എന്താണ്? കുറച്ച് ഡ്രോപ്പ് ബ്ലഡ് കണ്ടു. കോബ്ര സ്ട്രക്ക് ആൻഡ് മിസ്ഡ്. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എ സൈഡ്. ഒരു സൈഡിലേക്ക് നീങ്ങി ജംപ്ഡ് ഇൻ ടു ആൻഡ് ബൈറ്റ്. ഒന്നും കൂടി കടിച്ചു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, bumped into each other instead and returned shrinking to the safety of cactus. The third round followed the same course as the first, but one dramatic difference. അതായത് മൂന്നാമത്തെ റൗണ്ടും ഇതുപോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഒരു വ്യത്യാസം, ക്രോവും മൈനയും still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as the mark. ഈ സമയത്ത് എന്താണ്? തമ്മിൽ മിസ്സായി പോയി അല്ലേ. The myna flew on and reached his perk, but the crow tried to pull up in the midair and turned back. In the second that he took the bird to do this, the cobra wiped his head back and struck with great force, his snout thudding against the crow's body. അതായത് മൈന ആകാശത്തൂടെ പറക്കുമായിരുന്നു. ആകാശമല്ല, മോളിൽ കൂടെ പറക്കുമായിരുന്നു. പക്ഷെ അത് ആഞ്ഞു വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? കാക്കയുടെ ദേഹത്താണ് ആ പാമ്പിന്റെ ഇത് അടി കൊണ്ടത്. I saw the bird flung nearly 20 feet across the garden. ആ ഗാർഡന്റെ 20 അടി താഴേക്ക് വീണു. It fluttered about for a while, then lay still. ചിറകിട്ടടിച്ചിട്ട് അനങ്ങാതെ നിന്നു. The myna remained on the cactus. മൈന കാക്ടസ് പ്ലാന്റിലേക്ക് നിന്നു. And the snake and mongoose returned to the fight. തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ വെരി വൈസ്ലി ഡിസൈഡഡ് നോട്ട് ടു ഇന്റർഫിയർ അഗൈൻ. ഇനി അങ്ങോട്ട്
എൻ്റർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. കോബ്ര വാസ് വീക്കനിങ്. കോബ്രയ്ക്ക് മതിയായി. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഹിം. മംഗൂസ് യാതൊരു പേടിയില്ലാതെ അതിൻ്റെ അടുത്തേക്ക് നീങ്ങാണ്. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. അതിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ, ചെറിയ കാല്. ആൻഡ് വിത്ത് എ ലൈറ്റ്നിങ് സ്നാപ്പ് had the big snake by the snout. Cobra writhed and lashed about in a frightening manner. Cobra lashed about in പേടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. And even coiled itself about the mongoose, but to no avail. The little fellow hung grimly on until the snake had ceased to struggle. അതായത് പെട്ടെന്ന് തന്നെ അതിനെ ആഞ്ഞ് പിടിച്ചു. അത് കുതറി മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. He then smelt along its squaring length, dripping it round the hood and dragged into the bushes. The myna dropped cautiously to the ground. Myna പെട്ടെന്ന് തന്നെ താഴേക്ക് വീണു. Hopped about, pierced into bushes with a safe distance, and then with a shrill cry of congratulation flew away. Okay, so this is written by Ruskin Bond. This is very interesting struggle story between the snake and the mongoose. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.